നമ്മൾ ക്ലാസിസമായിട്ടോ സിംബലിസമായിട്ടോ ഈ റൊമാൻറ്റിസമായിട്ടോ എന്ന കാഴ്ചപ്പാടിൽ ഈ സിനിമ കാണാൻ പാടില്ല. റംബ ഹോ ഹോ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാട്ട്. അങ്ങനെ ഈ ഒരു സിനിമയിൽ അവരുടെ തന്നെ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിന്റെ ഏകാന്തയുടെ 100 വർഷം വായിച്ചാൽ മനസ്സിലാവുമോ? അതുപോലെ ആയിരിക്കും. ഞാൻ പറയും എനിക്ക് ബ്രൈറ്റ്നസ് അടിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഭയങ്കരമായിട്ട് ഞാൻ പ്രതികരിക്കും. സാധാരണ ഒരു മരങ്ങളുടെ പടം കാണുമ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ അതും എനിക്കിത് പറ്റിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു നോർമലായിട്ട് അഭിനയിച്ച പടം പോലെയാണ്, പക്ഷേ നമുക്കൊന്നും ഒരു ഇതാവില്ല, കാണുമ്പോൾ തൊട്ടൊരു ലാഗ് തോന്നും. 3 മണിക്കൂറുള്ള സിനിമയിൽ 1.5 മിനിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി സമയം വേറെ ഒന്നും പറയാൻ അനാവശ്യം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പുള്ളിക്ക്. വേറെ ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല അതിൽ, ഒന്നുമില്ല ചേച്ചി, സത്യം. ബിലോ പാറിലൊരു സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ പ്രഭാസിൻ്റെ ഈ 2026 തുടക്കം ഒട്ടും ശരിയല്ല. പിന്നെ ഭയങ്കര VFX ഒക്കെ ഭയങ്കര മോശമാണ് തോന്നുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആ പടം കേട്ടിരിക്കാൻ കൊള്ളാന്നുള്ള തമൻ്റെ BGM ആണ്. തമൻ്റെ BGM ഉള്ളതുകൊണ്ടാണ് മെയിൻലി ഞാൻ വന്നത് തന്നെ. പിന്നെ ഒരു ഇത്തിരി പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫസ്റ്റ് സീന് കണ്ട കഴിഞ്ഞ ശേഷം തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ എല്ലാം ഒരു മരങ്കൾട്ട് കാണുന്ന രീതിയിൽ ഞാനങ്ങ് കണ്ടു. അതും ആസ്വദിച്ചു. സാധാരണ ഒരു മരങ്കൾട്ട് പടം കാണുമ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ അതും എനിക്കിത് പറ്റിയിട്ടില്ല. അത്രയ്ക്കും ബോറായിരുന്നു. അത്രയ്ക്കും എന്ന് വെച്ചാൽ VFX അത്രയ്ക്കും ബോറാണ്. പിന്നെ ഈ ഇതിൻ്റെ ഡയറക്ടർ ഓഡിയോ ലോഞ്ച് വന്നിട്ട് എൻ്റെ അഡ്രസ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സിനിമയുടെ കുറ്റം ഉണ്ടെങ്കിൽ അഡ്രസ്സ് വരാമെന്ന് പറഞ്ഞ് ഇങ്ങനൊരു പ്രശ്നം കാണിച്ചിട്ട് ഇങ്ങനത്തെ പടം എടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് എങ്ങനെ അവർ മേടിക്കാൻ? അവന്മാർ ഇനി സെക്കൻഡ് പാർട്ട് എന്തൊക്കെ വരുന്നുണ്ട്, സെക്കൻഡ് പാർട്ടുണ്ട്, സർക്കസോ എന്തൊക്കെ പറഞ്ഞു. അത് ഇതിനെക്കാട്ടി ആവുമെന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും പ്രഭാസിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയില്ല അല്ലേ? ഇല്ല, പ്രഭാസിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയില്ല. പ്രഭാസ് നല്ല സ്ക്രീൻ പ്രസൻസ്. 50 ദിവസം ഓടോ? 40 ദിവസം ഒന്നുമില്ല, നാളെ വരാശക്തി വന്ന അടിച്ചു. പിന്നെ ജനനായക ഇറങ്ങാത്തത് ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ ഈ തിയേറ്ററിലെ ഇടൂലായിരുന്നു. ഈ തിയേറ്ററിൽ ചാർട്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ജനനായക മാറിയതുകൊണ്ടാണ് ഈ തിയേറ്ററിൽ ഇട്ടത് തന്നെ. ഇത്രയെങ്കിലും ഇട്ടത് തന്നെ. ഞാനൊരു പ്രഭാസ് ഫാനാണ്, പക്ഷേ എനിക്ക് ഞാൻ നല്ല വിഷമത്തോടെ പറയണേ, ഇത് മറ്റുള്ള ഫാൻസ്, തെലുങ്കിൽ തന്നെ മറ്റുള്ള ഫാൻസുകൾക്ക് ആഘോഷിക്കാനുള്ളതായി. അല്ല, പുള്ളി ഇങ്ങനെയൊന്നും ഉള്ള ഒരു സിനിമയ്ക്കൊന്നും തയ്യാറാകാത്തതാണല്ലോ. അപ്പോൾ സ്റ്റോറി ആദിശ്യാമും ആദിപുരുഷും അറിയാമല്ലോ, അതിൻ്റെ രണ്ടും കൂടി ഒരു മിക്സാണ് ഈ സിനിമ. അങ്ങനെയാണെങ്കിൽ പറയാം, ആദിശ്യാമിന് ആദിപുരുഷിലുണ്ടായത്, അങ്ങനെയാണെങ്കിൽ പറയാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സോങ് ഇച്ചിരി സോങ് കൊള്ളില്ല, ബാക്കി ഫൈറ്റിംഗ് സീനൊക്കെ എല്ലാം കൊള്ളാം. പ്രഭാസ് എങ്ങനെയാണ്? എസ്പെഷ്യലി സോങ് ഒക്കെ അത് കൊള്ളില്ല. പിന്നെ പ്രഭാസ് കൊള്ളാം. പ്രഭാസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഒരു ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ. മീൻസ് ട്രാൻസ്ലേഷൻ സോങ് ഒക്കെ വന്നപ്പോഴാണ്. പിന്നെ ഹൊറർ മൂവി ആയിട്ട്, ഐ മീൻ സൈക്കോളജി ആണോ? എങ്ങനെ പടം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് അതാണുള്ളത്. ഫസ്റ്റ് ഒരു ഹീറോയുടെ ഒരു ഇൻട്രോ ഉണ്ട്, അത് പണ്ടത്തെ പോലത്തെ ഒരു ഇൻട്രോ പോലെ, എന്ന് വെച്ചാൽ നമ്മൾ പണ്ടുതൊട്ടേ കാണാൻ ഒരു ഇൻട്രോ ഉണ്ട്, അതേപോലെ സംഭവം. ഒരു പാട്ട്, പിന്നെ ഒരു ആക്ട്രസ് വരുന്നു, ഒരു പാട്ട്, അടുത്ത ആക്ട്രസ് വരുന്ന ഫൈറ്റ്. സോങ് വാരിയിട്ടൊക്കെയാണല്ലേ? സോങ് വലിയ സോങ് വെച്ചാൽ 3 പാട്ട് അങ്ങനത്തെ ഉള്ളൂ, പക്ഷെ അതൊന്നും വലിയ ഒരിതില്ല. ഡബിങ്ങിന്റെ കുറെ പ്രശ്നമാണ്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഡയലോഗൊക്കെ കൊള്ളാം. VFX ഒക്കെ എങ്ങനെയുണ്ട്? VFX പോരാ, പ്രതീക്ഷ അത്രയൊന്നും ഇല്ല. പടം എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. മൊത്തത്തിൽ എങ്ങനെയാണ്? മൊത്തത്തിലൊരു ആവറേജ് പോലെ ആണല്ലേ. കാരണം പ്രഭാസിന്റെ മുമ്പ് വെച്ച പടങ്ങളൊക്കെ ആകുമ്പം നല്ല ഇത് വെച്ചാൽ മാസതൊക്കെയാണ്, പക്ഷെ ഇത് മാസമല്ല. ഇത് ജസ്റ്റ് ഒരു നോർമലായിട്ട് അഭിനയിച്ച പടം പോലെയാണ്, പക്ഷെ നമുക്കൊന്നും ഒരു ഇതാവില്ല, കാണുമ്പോൾ തൊട്ടൊരു ലാഗ് തോന്നും. പിന്നെ VFX ഭയങ്കര തോന്നത്തില്ല. പിന്നെ ഒരു ഹൊറർ സംഭവം വന്നാൽ ഒന്നും പേടിക്കാനൊന്നുമില്ല. ചുമ്മാ ഒന്ന് കണ്ടിരുന്നാൽ പോലും പറ്റണല്ലോ, അങ്ങനത്തെ കാര്യമില്ല. 3 മണിക്കൂർ വെറുതെ പോയല്ലേ? പലരും പല പാട്ടുകൾ, എന്താ ഉഷ ഉതുപ്പിന്റെ ഒരു സോങ് അത് റീഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു ഹിന്ദി പാട്ട് പോലെ എന്തൊക്കെയാ പറയുന്നുണ്ട്, പക്ഷെ അനാവശ്യം, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഒരു ഹൊറർ പോലെ കാണിച്ചിട്ട് പിന്നെ അതിലൊരു പാട്ട് എന്നൊക്കെ പറയുമ്പം വേറൊരു ആവശ്യമില്ല. അത് അങ്ങനെ ഇരുന്ന് പടം ഒരു ഇതാണ്. പിന്നെ പാട്ട് വന്നപ്പോഴും കുറച്ച് ബോറിംഗ് ആയിട്ടാണ് പോയത്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കൊള്ളാം. പ്രഭാസിന്റെ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളി തന്നെയാണ്. കാണാൻ എങ്ങനെ? തീം എങ്ങനെയാണ്? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല, വൻ ശോകമാണ്. ആണോ? പ്രഭാസ് വെറുതെ എന്തിനാ പുള്ളി ഇതൊക്കെ ചെയ്തതെന്നാണ് ഡൗട്ട്. വെറുതെ ഒന്നുമില്ല. VFX വളരെ മോശമാണ്. കഥ സ്റ്റോറി ബേസ് ആണെങ്കിൽ വളരെ മോശമാണ്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാമെന്നല്ലാണ്ട് 3 മണിക്കൂറിൻ്റെ ഒരു സംഭവം ഈ പടത്തിലേ ഇല്ല. അവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പുള്ളിക്ക്. ഇതിൻ്റെ 2ാം ഭാഗം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് വെറുതെ
പുള്ളി ഇനിയും വെറുതെ പൈസ കളയേണ്ടതാണ്. പുള്ളിക്ക് പൈസ കിട്ടായിരിക്കുന്നു, വെറുതെ നമുക്കിനി പൈസ കളയേണ്ടതില്ല. അപ്പോൾ ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല അതിൽ. പ്രത്യേകിച്ച് അതിനകത്ത് കഥ സ്ക്രീൻ പ്ലേ ഒക്കെ വളരെ മോശമാണ്. എങ്ങനെ കണ്ടിരിക്കുന്നത് 3 മണിക്കൂർ വെറുതെയാണ്. നമ്മൾ വെറുതെ സമയം 3 മണിക്കൂറിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളൊരു സീരിയസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു അനാവശ്യമായിട്ട് പാട്ട് സിംഗിനൊക്കെ കയറ്റി എടുത്തു വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല ചേച്ചി, സത്യം. പക്ക ഒരു ഫാൻറ്റസി ടൈപ്പ് ഒരു പടം തന്നെയാണ് രാജസാബ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ആക്ഷൻ സീൻസ്, ആക്ഷനും കോമഡി എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. ഹൊറർ ടൈപ്പാണ് അതിൽ കൂടുതൽ അവർ ഉദ്ദേശിച്ചെങ്കിൽ VFX കുറച്ചും കൂടെ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രഭാസ് കുഴപ്പമില്ല, അതായത് പഴയ ടൈപ്പ് ഒരു പ്രഭാസിനെ നമുക്ക് കിട്ടിയെന്ന് വേണം പറയാം. അതൊരു വിൻറ്റേജ് ടൈപ്പ്. ഈ പഴയ പടങ്ങൾ കുറച്ചും കൂടെ തെലുങ്ക് ഓഡിയൻസിന് കുറച്ചും കൂടെ കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. മലയാളി ഓഡിയൻസിന് എത്രത്തോളം ആവുമെന്ന് അറിഞ്ഞുകൂടാ. പഴയ ഒരു ബുജിഗാഡു ലെവൽ ടൈപ്പായിട്ടുള്ളത്, പിന്നെ കോമഡി, അതെല്ലാം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ സലാർ പോലത്തെ പടങ്ങളൊക്കെ കണ്ട ഒരാൾക്ക് ചിലപ്പോൾ കണക്റ്റ് ആയില്ലെന്ന് വരും. അങ്ങനെ ഒരു കുഴപ്പമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരുവിധം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുവിധം അതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ്. പിന്നെ വേറെ പടമൊന്നും കൂടെ പ്രതീക്ഷിച്ചൊന്നുമില്ല. പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ കുറച്ച് ലാഗുണ്ട്, കുറേ പോരായ്മകളുണ്ട്. പിന്നീട് ഒരു പ്രഭാസ് ഫാൻസിനും ഇപ്പോൾ തെലുങ്ക് ഓഡിയൻസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടുതൽ കണക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് അതാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. ഇത് മാജിക്കൽ റിയലിസം എന്ന തീം വെച്ച് എടുത്തിട്ടുള്ള സിനിമയാണ്. നമ്മളിത് ക്ലാസിസമായിട്ടോ സിംബലിസമായിട്ടോ ഈ റൊമാൻറ്റിസമായിട്ടോ എന്ന കാഴ്ചപ്പാടിൽ ഈ സിനിമ കാണാൻ പാടില്ല. ഇതിൻ്റെ പകുതി പാർട്ട് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫാണ്, കോമഡി എല്ലാം കൂടി. പകുതിക്ക് ശേഷം മാജിക്കും റിയലിസവും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ കാണുന്നവർ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഗ്രേറ്റ്. സാധാരണക്കാരന് കാണണമെങ്കിൽ നമ്മൾ ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെ ഏകാന്തയുടെ 100 വർഷം വായിച്ചാൽ മനസ്സിലാവുമോ? അതുപോലെ ആയിരിക്കും. ഗാർസിയ മാർക്യൂസിൻ്റെ 100 Years Solitude എന്ന പുസ്തകം വായിച്ചാൽ സാധാരണക്കാർ മനസ്സിലാവില്ലല്ലോ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പ്രഭാസിന്റെ അഭിനയം എങ്ങനെയുണ്ട്? നല്ല എങ്ങനെയുണ്ട് സിനിമ? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ താങ്കള്? കേട്ടിട്ടുണ്ട്. ആരുടെ പാട്ടാണ് അത്? ഒരു ഹിന്ദി ഒപ്പിലേരി എന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ലതാ മങ്കേഷ്കർ, സോറി, നമ്മുടെ ഉഷാ ഉദുപ്പ്, റോക്ക് സ്റ്റാർ ഉഷാ ഉദുപ്പ്. അവരുടെ 2 കോംബോയിൽ കുറെ പാട്ടുകൾ വന്നിട്ടുണ്ട്. അവരുടെ ദുരന്തർ എന്ന സിനിമയിൽ റംബ ഹോ ഹോ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാട്ട്. അങ്ങനെ ഈ ഒരു സിനിമയിൽ അവരുടെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 1.5 മിനിറ്റ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് കണക്റ്റായി. 3 മണിക്കൂറുള്ള സിനിമയിൽ 1.5 മിനിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ പ്രഭാസ് ഒന്നും പറയാനില്ല. ബാക്കി സമയം 1.5 മിനിറ്റ്, 3 മണിക്കൂർ മൈനസ് 1.5 മിനിറ്റ് എത്രയുണ്ട് തിയേറ്ററിനകത്തിരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്ററിൽ വരുമ്പം ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ വരും. എനിക്ക് തിയേറ്ററിനകത്ത് സിനിമ കാണുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് ആരെങ്കിലും സംസാരിക്കുന്നതോ ഇഷ്ടമല്ല. ആരെങ്കിലും മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ബ്രൈറ്റ്നസ് അടിക്കുന്നു. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഭയങ്കരമായിട്ട് ഞാൻ പ്രതികരിക്കും. പക്ഷെ ചില സിനിമകളുണ്ട് നമ്മൾ ഇവിടെ ആരെങ്കിലുമൊക്കെ കമൻ്റ് അടിക്കടേ അപ്പുറത്തിപ്പുറത്ത് അങ്ങനെയെങ്കിലും എനിക്കൊന്ന് അങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇഷ്ടപ്പെടട്ടെ, നമുക്ക് ഇരിക്കുന്ന സമയം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോയ സമയമാണ്. എൻ്റെ അടുത്തിരുന്ന ചെക്കൻ ഇടയ്ക്ക് മറ്റേ മൊബൈലൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ എൻജോയ് ചെയ്തോ, നീ വന്ന് അങ്ങനെയെങ്കിലും നിനക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇട്ടട്ടെ. ഇപ്പുറത്തിരിക്കുന്നവർ ചെയ്തോ എടാ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് അടിക്കടേ എന്നൊക്കെ വിചാരിച്ചു. അത്രയും മോശം ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ അവസാനമായിട്ട് ഇത്രയും മോശം എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു കങ്കുവായിരിക്കും അത്രയും ഒരു മോശം എക്സ്പീരിയൻസ് കിട്ടുക. അതിനുശേഷം എനിക്ക് ഇന്നാണ് ഒരു ഇത് കിട്ടിയത്. ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ കേൾക്കുമ്പോഴേ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിപ്പോവാം. പക്ഷേ നമ്മളിപ്പം എടുത്തു വന്നപ്പോഴത്തേക്ക് എല്ലാം പാളിപ്പോൾ, എല്ലാം കയ്യിൽ നിന്ന് പോയി. സിനിമ ഞാനിത് ഒരു ഫാൻറ്റസി ത്രില്ലർ അങ്ങനെയൊക്കെ രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ വന്നത്. പക്ഷേ യാതൊരു തരത്തിലും ഈ ഒരു സിനിമ കണക്റ്റ് എന്നെ സഹിച്ചില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ വേസ്റ്റഡ് ആയിരുന്നു. 1.5 മണിക്കൂർ. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 20 മിനിറ്റ് തന്നെ ഒരു ഫാൻറ്റസി നമ്മൾ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അറ്റ്ലീസ്റ്റ് എങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫ് വേസ്റ്റാക്കി. സെക്കൻഡ് ഹാഫിൽ കുറേ അടുത്തൊക്കെ VFXും കുറേ അടുത്തൊക്കെ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഫലത്തിൽ വന്നപ്പോഴത്തേക്ക് എല്ലാം പോയി.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊയ്യ എന്നെ ആ ഒരു 1.5 മിനിറ്റ് എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത്. കാരണം ഞാൻ ഒരു 85 ബോണായതുകൊണ്ട് 80s 90s ഇടയിൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഈ ഉഷാദിന്റെ പഴയ പാട്ടുകൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല. ഓ പുള്ളിക്കാരത്തിയുടെ ആ ഒരു പാട്ട് റീക്രിയേഷൻ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു 1.5 മിനിറ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. 1.5 മിനിറ്റ് 3 മണിക്കൂറിൽ വെറും 1.5 മിനിറ്റ് അത്ര തന്നെ.